അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേദനിക്കുന്നൊരു സാഹചര്യമാണ്. ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. അവർ ഓരോ ദിവസം കഴിയുന്തോറും പള്ളികളിൽ ആളുകൾ കൂടി വരുന്ന അവസ്ഥയായിരുന്നു. അവർ തൻ്റെ നഫ്സിനെ വിലക്ക് വാങ്ങിയവരായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജറ പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ കുറേ മുശ്രിക്കീങ്ങൾ ചോദിക്കുന്നുണ്ട്, സുഹൈബ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ദരിദ്രനായി ജീവിച്ച് ഞങ്ങളിൽ കച്ചവടം ചെയ്ത് നീ ബിസിനസ്സുകാരനായി കോടികളുണ്ടാക്കി, നിൻ്റെ സമ്പത്ത് മുഴുവൻ മക്കയുടേതാണ്, ഞങ്ങളുടേതാണ്. നീ ഞങ്ങളുടെ സമ്പത്തുമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സുഹൈബ് റൂമിയുടെ ചോദ്യം, എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ എന്നെ പോകാൻ അനുവദിക്കുമോ? അങ്ങനെ ഹിജറ പോയ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്, ദുനിയാവ് വിറ്റ് പരലോകം വാങ്ങി ലാഭം കൊയ്തവനാണ് സുഹൈബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ആ പ്രവർത്തനത്തെ പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ തൻ്റെ നഫ്സിനെ വിലക്ക് വാങ്ങുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ എന്ന ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം, നരകമോചനം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നോമ്പെടുത്ത് നിസ്കരിച്ച് ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഖുർആൻ ഓതി നമ്മൾ മുന്നേറുമ്പോൾ എന്തിനാണിതെല്ലാം? നാളെയുടെ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തളരാൻ ആയിട്ടില്ല, നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇനിയും കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഇറങ്ങേണ്ട സാഹചര്യങ്ങളിലാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദർ, ആ നാളുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മുടെ മടിയും അലസതയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്തുകളിൽ സജീവമാകേണ്ട ഒരു സമയമാണ്. അള്ളാഹുവിൻ്റെ ലഹുൽ മഹ്ഫൂദിൽ, അതായത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന പേനയെ ആദ്യമായിട്ട് സൃഷ്ടിച്ചിട്ട് നീ എഴുതണം, എന്താണല്ല ഞാൻ എഴുതേണ്ടത്? എൻ്റെ തീരുമാനങ്ങൾ നീ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ച ആ ലഹുൽ മഹ്ഫൂദ്, അതിൽ ഉണ്ടായിരുന്നു തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും. ലോകത്തിലെ ആദ്യത്തെ പടപ്പ് മുതൽ അവസാനത്തെ പടപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ നിന്ന് ഖുർആനിനെ ബൈത്തുൽ ഇസ്സയിലേക്ക്, ഒന്നാം ആകാശത്തിലെ ബൈത്തിലേക്ക് അള്ളാഹു ഇറക്കി. റമളാൻ മാസത്തിലായിരുന്നു. ആ ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു നന്മ ചെയ്താൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1000 മാസം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന രാത്രി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അവസാനത്തെ 10ലേക്ക് കാല് വെക്കുമ്പോൾ മഗ്ഫിറത്ത് കിട്ടി മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന ചൊല്ലി സജീവമാകേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശദ്ദം ഇസറ, അരമുണ്ട് മുറുക്കിയെടുത്ത് കൂടുതൽ താല്പര്യത്തോടെ ഉന്മേഷത്തോടെ സജീവമാകുമായിരുന്നു. അതുകൊണ്ട് തളരാൻ സമയമായിട്ടില്ല, വിശ്രമിക്കാൻ സമയമായിട്ടില്ല. അത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ. ഇവിടെ വിശ്രമമില്ല. 13 വർഷത്തെ പീഡന പ്രയാസങ്ങൾക്ക് ശേഷം ഹിജറ പോകാൻ കൽപ്പന വന്ന് ഹിജറ പോയി ആ മദീന, അന്നത്തെ യസ്രിബിലെത്തിയ ഉടനെയാണ് കുത്തിബ അലൈക്കും സിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏതായാലും കുറച്ച് കഷ്ടപ്പാടായിരുന്നല്ലോ 13 വർഷം. നിങ്ങൾ വിശ്രമിക്കുക എന്ന് അല്ലാഹു പറഞ്ഞില്ല. അങ്ങനെ നോമ്പിനെ നിർബന്ധമാക്കി. അവർ നോമ്പെടുത്തു. ഏതാനും ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. ബദർ യുദ്ധത്തിനു വേണ്ടിയുള്ള ആഹ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശ്രമം നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ. അല്ലാഹു മുന്നേറാൻ സാബിഖൂ വസാരിഊ ഇലാ മഗ്ഫിറ, മഗ്ഫിറത്ത് കിട്ടി മരിക്കാൻ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ മഗ്ഫിറ ഇലാ മഗ്ഫിറ. മലക്കുൽ മൗത്ത് നമ്മളെ റൂഹിനോട് പറയണം, ത്വയ്യിബായ ആത്മാവേ, വിശിഷ്ടമായ ആത്മാവേ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിവാ എന്ന് പറഞ്ഞ് നാളെ അഭിസംബോധനം ചെയ്ത് നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കണം. കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുപോലെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.